എല്ലാവർക്കും കോപ്പറേറ്റീവ് എഡ്യൂക്കേറ്ററിന്റെ ബാങ്കിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ബാങ്കിങ്ങിലെ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷനായ മണി മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്താണെന്നും ട്രഷറി ബിൽസ് എന്താണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ അത് തീർച്ചയായും കാണണം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന കോൺസെപ്റ്റ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. മണി മാർക്കറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷനും കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ മെച്യൂരിറ്റി ഓഫ് ക്ലെയിംസ് ഓർ പീരീഡ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2. അതായത് മെച്യൂരിറ്റിയുടെ ബേസിസിൽ അല്ലെങ്കിൽ എത്ര സമയമാണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ കാലാവധി എന്നതിനനുസരിച്ച് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിൽ 2-3 വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മണി മാർക്കറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് വിത്ത് ലോങ് ടേം സെക്യൂരിറ്റീസ്. മണി മാർക്കറ്റ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസിലാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേമിലാണ്. മണി മാർക്കറ്റ് കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ RBI. മണി മാർക്കറ്റിന്റെ റെഗുലേറ്റർ RBI ആണ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വെൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് കൺട്രോൾഡ് ബൈ SEBI, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. SEBI വന്നത് 1988-ലാണ്, 1988 നിലവിൽ വന്നു. പക്ഷെ അത് നിയമം മൂലം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി മാറിയത് 1992-ലാണ്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്. എന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം സെക്യൂരിറ്റിയുമായി ഡീൽ ചെയ്യുന്നതാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് SEBI ആണ്. മണി മാർക്കറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു 2, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ഓർഗനൈസ്ഡ് എന്നും അൺഓർഗനൈസ്ഡ് എന്നും മണി മാർക്കറ്റിനെ വീണ്ടും രണ്ടായി തിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിനെ രണ്ടായി തിരിക്കാം, ഓർഗനൈസ്ഡ് എന്നും അൺഓർഗനൈസ്ഡ് എന്നും. ഫസ്റ്റ് ഇസ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. എന്താണ് ഓർഗനൈസ്ഡ് എന്ന വാക്ക് മീൻ ചെയ്യുന്നത്? അത് തന്നെയാണ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന കൺസെപ്റ്റും അർത്ഥമാക്കുന്നത്. That is, there is a regulator and it follows well-defined policies and procedures. അവിടെ ഒരു റെഗുലേറ്റർ ഉണ്ടാകും ആൻഡ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഫോളോ ചെയ്യുന്നത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ആയിരിക്കും. Here the regulator is RBI, Central Bank of India, that is RBI ആണ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിന്റെ റെഗുലേറ്റർ. The money market which is under the control of RBI is known as organized money market. Next point, organized money market constitute commercial banks including nationalized banks and SBI, private sector banks, foreign exchange banks and financial institutions. ഇവരെല്ലാം ചേർന്നതാണ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1969-ലും 1980-ലും നാഷണലൈസേഷനോട് കൂടെ അനുബന്ധപ്പെട്ട് ചേർക്കപ്പെട്ട ബാങ്കുകളാണ്, പബ്ലിക് സെക്ടറിലോട്ട് വന്ന ബാങ്കുകളാണ് നാഷണലൈസ്ഡ് ബാങ്ക്. SBI ഒരു നാഷണലൈസ്ഡ് ബാങ്ക് അല്ല. നാഷണലൈസ്ഡ് ബാങ്കിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ SBI ഇല്ല. SBIക്ക് ഒരു പ്രത്യേക നിയമമാണുള്ളത്. 1955-ലെ SBI ആക്ട് പ്രകാരമാണ് SBI ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നാഷണലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് SBI എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. എല്ലാ ബാങ്ക്സും രജിസ്റ്റർ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് പ്രകാരവും എന്നാൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ റെഗുലേറ്റ് ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടുമാണ്. അങ്ങനെയാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ഷെയർസ് മെജോറിറ്റിയും അല്ലെങ്കിൽ ഫുള്ളും ഒരു പ്രൈവറ്റ് വ്യക്തികളുടെ കൈകളിലായിരിക്കും. അവർക്ക് അവരുടെ ഷെയർസ് ഒരിക്കലും പബ്ലിക്കിന് ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. അതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും നാഷണലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് SBI, ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇതിൽ വരുന്നത് ഇൻഷുറൻസ് കമ്പനീസും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസുമാണ്. അതായത് മുത്തൂറ്റ് പോലെയുള്ള സ്ഥാപനം NBFCയിൽ വരുന്നത്. പിന്നെ വരുന്നത് ഇൻഷുറൻസ് കമ്പനീസ് ആണ്. LIC, GIC അതുപോലെയുള്ള ഇൻഷുറൻസ് കമ്പനീസ്. ഇവയെല്ലാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കീഴിൽ വരുന്നവയാണ്. ഇവരെല്ലാം ചേർന്നതാണ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ഒന്നുകൂടെ പറയാം.
nationalized banks and SBI, private sector banks, forex banks and financial institutions. Organized money market consists commercial banks including nationalized banks and SBI, private sector banks, forex banks and financial institutions. The next, instruments in organized money market include treasury bills, call money, CDs, certificate of deposits, CPs, commercial papers, commercial bills, etc. ഇനിയുണ്ട് പ്രധാനപ്പെട്ടവ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കമ്മിങ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ടൈപ്പ് മണി മാർക്കറ്റ് ഈസ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ഹിയർ ദർ ഇസ് നോ കൺട്രോൾ ഓഫ് RBI ആൻഡ് നോട്ട് ഫോളോ വെൽ ഡിഫൈൻഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഈ ഗ്രൂപ്പിൽ വരുന്നവർ RBIയുടെ കൺട്രോളിന് കീഴിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിക്ഷേപിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക് ആണ്. Here the point, it constitutes hundis, indigenous bankers, money lenders. ഈ ഹുണ്ടീസ് എന്ന് പറയുന്നത് പഴയ കാലത്ത് ട്രേഡിനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഉപയോഗിച്ചിരുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. നെക്സ്റ്റ് പറയുന്നത് ഇൻഡിജിനസ് ബാങ്കേഴ്സ്. RBIയുടെ നിയന്ത്രണം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ലോക്കൽ ബാങ്ക്സിനെയാണ് ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ മണി ലെൻഡേഴ്സ്, പണം പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തികൾ. അപ്പോൾ ഈ മൂന്നും ചേർന്നതാണ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. അപ്പോൾ ഇതാണ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ ഒന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമാണ് ട്രഷറി ബിൽസ് ഓർ ടി ബിൽസ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഓൺലി ബൈ സെൻട്രൽ ഗവൺമെന്റ്. ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഫോർ വാട്ട് പർപ്പസ് എന്നാണ് നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ട്രഷറി ബിൽസ് സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫോർ മീറ്റിംഗ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ്. ഡെയിലി ഉള്ള ചെലവുകൾ മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിൽ നിന്നും പണം വാങ്ങും. ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കും. നെക്സ്റ്റ്, ഇറ്റ്സ് പീരീഡ് നോട്ട് മോർ ദാൻ 365 days. It is issued for not more than 365 days. 365 days കൂടാൻ പാടില്ല. ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സിന്റെ കാലാവധി അപ് ടു 1 year ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 1 yearൽ കൂടുതൽ കാലാവധി വന്നാൽ അത് ക്യാപിറ്റൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ട്രഷറി ബിൽസ് ആർ ഡിഫറെന്റ് ടൈപ്സ്. ദാറ്റ് ഈസ് 91 days ട്രഷറി ബിൽ, 182 days ട്രഷറി ബിൽ, 364 days ട്രഷറി ബിൽ. ഇപ്പൊ നമ്പേഴ്സ് നമുക്ക് തെറ്റിപ്പോയെങ്കിൽ 91നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 182, 182നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 364. അപ്പോൾ ഈ 3 ടൈപ്പ് ട്രഷറി ബിൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 91 days, 182 days, 364 days. ഇതിന്റെ പീരീഡ് 365 ദിവസത്തിൽ അഥവാ 1 yearൽ കൂടാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, ഇൻട്രസ്റ്റ് ഡിറ്റർമിൻഡ് ബൈ മാർക്കറ്റ് ഫോഴ്സസ്. മാർക്കറ്റ് ഫോഴ്സസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ട്രഷറി ബില്ലിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആണ്. മാർക്കറ്റ് ഫോഴ്സസ് ഈസ് സംതിങ് ദാറ്റ് ഹാസ് ദ എബിലിറ്റി ടു അഫക്ട് ചേഞ്ച് ഇൻ എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ എന്തെങ്കിലും ചേഞ്ച് അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന വസ്തുവിന്റെ പ്രൈസിന് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഹിയർ ഇൻ ട്രഷറി ബിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആണ്. മാർക്കറ്റ് ഫോഴ്സിലെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ മാത്രമാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സ്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ മാർക്കറ്റ് ഫോഴ്സ് ആണ് ഇവിടെ ട്രഷറി ബിൽസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. RBI ആണോ ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്നതെന്നൊരു സംശയം നമുക്ക് വരാൻ പാടില്ല. മണി മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ് RBI, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതാണ് RBI. ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആണ്. നെക്സ്റ്റ്, മിനിമം എമൗണ്ട് ഓഫ് എ ട്രഷറി ബിൽ ഈസ് 25,000 rupees, 25,000 or in multiples of rupees 25,000. 25,000 മിനിമം എമൗണ്ട് ഒരു ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ മിനിമം എമൗണ്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 25,000 25,000ന്റെ മൾട്ടിപ്പിൾസോ ആയിരിക്കും. അതായത് 50,000
75,000 അങ്ങനെ പോകും. നെക്സ്റ്റ്, ഓപ്ഷൻ കണ്ടക്റ്റഡ് ടു ഇഷ്യൂ ട്രഷറി ബിൽസ് ബൈ RBI. RBI ആണ് ട്രഷറി ബിൽസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഓപ്ഷൻ അല്ലെങ്കിൽ ലേലം വഴിയാണ്. ഈ പോയിന്റിൽ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ അത് ആര് വഴിയാണ് എന്ന് ചോദിച്ചാൽ ട്രഷറി ബിൽസ് സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത് RBI വഴിയാണ്. ഇത് മാറിപ്പോകാൻ പാടില്ല. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സീറോ കൂപ്പൺ ബോണ്ട്. സീറോ കൂപ്പൺ ബോണ്ട് എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. സീറോ കൂപ്പൺ ബോണ്ട്സ് എങ്ങനെയാണോ ഇഷ്യൂ ചെയ്യുന്നത് അതുപോലെയാണ് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. എന്താണ് സീറോ കൂപ്പൺ ബോണ്ട്? അതിനു മുന്നേ എന്താണ് ബോണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഗവൺമെന്റോ കോർപ്പറേഷനോ കടം വാങ്ങുന്ന ഒരു രീതിയാണ് ബോണ്ട് ഇഷ്യൂയിങ്. കടം വാങ്ങുന്നവർ, ദാറ്റ് ഈസ് ബോറോവർ, ആണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഓർത്തു വയ്ക്കുക. കടം വാങ്ങുന്നവര്, അതായത് ബോറോവേഴ്സ് ആണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് ബാങ്കിന് കൊടുക്കുന്ന പോലെ ബോണ്ട് ഇഷ്യൂ ചെയ്തവര്, അതായത് ബോറോവേഴ്സ്, ഇൻട്രസ്റ്റ് ലെൻഡേഴ്സിന് കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഓർഡിനറി ബോണ്ട് അഥവാ സാധാരണ ബോണ്ട്. എന്നാൽ സീറോ കൂപ്പൺ ബോണ്ടും സാധാരണ ബോണ്ടും വ്യത്യാസമുണ്ട്. സീറോ കൂപ്പൺ ബോണ്ടിൽ ഫസ്റ്റ് പോയിന്റ്, നോ ഇൻട്രസ്റ്റ് ബോണ്ട് ഹോൾഡർ. പണം കടം കൊടുക്കുന്നയാൾക്ക് ലെൻഡറിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. സീറോ കൂപ്പൺ മീൻസ് നോ ഇൻട്രസ്റ്റ്. ഇനി ഇതെങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടഡ് പ്രൈസ് ആൻഡ് റെഡീംഡ് ഓർ റിട്രൈവ്ഡ് അറ്റ് ഇറ്റ്സ് ഫേസ് വാല്യൂ. 50,000 രൂപ ഫേസ് വാല്യൂ ഉള്ള ബോണ്ട് ബോറോവർ ഇഷ്യൂ ചെയ്യുന്നത് 48,000 രൂപയ്ക്കാണ്. ഇപ്പൊ 2,000 ആണ് ഡിസ്കൗണ്ട്. ഇനി ഇതിന്റെ പീരീഡ് 1 ഇയറിലേക്കാണെങ്കിൽ 1 ഇയർ ആകുമ്പോൾ 48,000 രൂപയ്ക്ക് പകരം 50,000 രൂപ ഈ ബോറോവർ ലെൻഡറിന് തിരിച്ചു കൊടുക്കുന്നു. ലെൻഡ് ചെയ്തത് 48,000, മെച്ചൂരിറ്റിയിൽ തിരിച്ചു കിട്ടിയത് 50,000 രൂപ. ഇൻട്രസ്റ്റ് കിട്ടിയില്ലെങ്കിലും ആ ഡിസ്കൗണ്ട് ആണ് ലെൻഡേഴ്സിന്റെ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് ഉള്ളത് കൊണ്ട് സീറോ കൂപ്പൺ ബോണ്ട് ഈസ് ഓൾസോ നോൺ ആസ് ഡീപ് ഡിസ്കൗണ്ട് ബോണ്ട് ഓർ പ്യുവർ ഡിസ്കൗണ്ട് ബോണ്ട്. ട്രഷറി ബിൽസ് രണ്ട് തരത്തിലുണ്ട്: അഡ്ഹോക് ട്രഷറി ബിൽസ് ആൻഡ് ഓർഡിനറി ഓർ റെഗുലർ ട്രഷറി ബിൽസ്. First one, ad hoc treasury bills. Ad hoc treasury bills issued to state governments and semi-government departments. Semi-government departments എന്ന് പറഞ്ഞാൽ LSG, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും മാത്രമായിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ad hoc treasury bills. Second one, ordinary or regular treasury bills. It is issued to banks and public. ബാങ്ക്സിനും പബ്ലിക്കിനും, അതായത് സാധാരണ പൊതുജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഓർഡിനറി അല്ലെങ്കിൽ റെഗുലർ ട്രഷറി ബിൽസ് ആണ്. പബ്ലിക്കിന് ഒരിക്കലും അഡ്ഹോക് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യില്ല. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർത്തു വയ്ക്കുക. അഡ്ഹോക് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും സെമി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനുമാണ്. അപ്പൊ ട്രഷറി ബിൽസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഭാഗം അടുത്ത വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ് കമന്റിലിടാം. See you in the next video with more detailed classes. Thank you. Bye.